ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ വൈകുന്നേരം സമയമൊക്കെ ആയിട്ടുണ്ട്, നല്ല മഴക്കാറുണ്ട്. വീഡിയോന് നല്ല ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എഗ് ബുർജി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നൊരു എഗ് ബുർജിൻ്റെ റെസിപ്പീൻ്റെ കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബുർജി ആണെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണമായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയുള്ളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു തക്കാളിയും, പിന്നെ ഒരു കുഞ്ഞു പച്ചമുളകായിരുന്നു ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ് ഈ ഒരു മല്ലിച്ചപ്പ്. അപ്പോൾ അത് മല്ലീൻ്റെ അല്ല, അതും കൂടെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവുന്ന ടൈമിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല എണ്ണ നന്നായിട്ട് ചൂടാവുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി. ഇനി നമ്മൾ ഇതേപോലെ തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഇതിൽ വഴണ്ട് പോകണ്ട. നമ്മൾ ചിക്കനൊന്നും ആക്കുന്നതല്ലല്ലോ, എഗ് ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. സോ നല്ല രീതിയിൽ എന്തായാലും ഉള്ളി വഴണ്ട് പോകണ്ട. നമുക്ക് ജസ്റ്റ് ഉള്ളിയൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂടി വെച്ചിട്ട് അത് നന്നായിട്ട് അടച്ച് വെച്ചു. ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ പൊന്തിച്ച് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഉള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു അല്പം മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട. അപ്പം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ മസാലകളൊന്നും അങ്ങനെ നല്ല രീതിയിലൊന്നും പിടിച്ച് കിട്ടുമൊന്നും വേണ്ട. കാരണം എഗ് ബുർജി ആണല്ലോ, നമുക്ക് ആ ഒരു മസാലേൻ്റെ ഇത് കൂടെ ഫ്ലേവർ കൂടെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്നും വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ആവുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ തക്കാളി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി. തക്കാളി എന്തായാലും ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ അരിഞ്ഞിടണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വലിയുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലൊന്നും അല്ല, ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ എല്ലാം അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനേക്കാട്ടും നല്ലതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു മൂടി വെച്ചിട്ട് മൂടുന്നത്. അങ്ങനെ മൂടി നമ്മൾ എടുത്ത് നോക്കി പിന്നെ ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ ഈ മല്ലിയിലയാണ് ശരിക്കും ഈ ഒരു എഗ് ബുർജിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. ഒരു മല്ലിയിലേൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു ചവർപ്പൊക്കെയാണ്. അപ്പം ഞാൻ ആ ഒരു മല്ലിയില കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്നും വഴണ്ടി കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉടനെ തന്നെ നമ്മൾ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടകളൊക്കെ ആ ഒരു മുട്ടേൻ്റെ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആദ്യം ഇത് കാണുമ്പോൾ ഒരു ദോശേൻ്റെ ഷേപ്പിലൊക്കെ ആണല്ലോ ആയി വരുന്നതെന്നൊക്കെ തോന്നും. അതൊന്നും സാരമില്ല, നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ല എന്താ പറയേണ്ടത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂട്ടി ഒന്ന് ഒതുക്കി ഇളക്കി കൊടുക്കുകയാണ്. നേരത്തെ കണ്ട മൂടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ വൃത്തികെട്ട മൂടി, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അത് ജസ്റ്റ് അടുപ്പിൽ വെക്കുന്ന മൂടിയാണ്. അടുപ്പത്ത് നമ്മൾ ആ ഒരു ടൈമിൽ അത് നല്ല രീതിയിൽ കരി പിടിക്കുകയും പുക പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ ഒരു ഭാഗം ചതുങ്ങിയത് കൊണ്ട് നമ്മൾ അങ്ങനെ കഴുകിയാലും ഇതാക്കിയാലൊന്നും പോകില്ല. അപ്പോൾ അടുപ്പിൽ വെക്കുന്നത് മൂടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പം നമ്മളത് ഫുള്ളായിട്ട് ഇതേപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് കൂടി കഴിക്കാനും അടിപൊളിയാണ്. നമ്മൾ പൊറാട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കാണെങ്കിലും എൻ്റെ മോനാണെങ്കിലും ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പോൾ ഞങ്ങളിത് വൈകുന്നേരം ആ ഒരു മഴേൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും വലിയൊരു വീഡിയോ. ബൈ, സീ യു.